പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മേലിലയിൽ ഉദ്ഘാടനം ചെയ്തു. KSRTC മാറ്റത്തിന്റെ പാതയിലെന്ന് ഗതാഗത മന്ത്രി. പുതിയ ബസ്സുകളുടെ പരിപൂർണ ഉത്തരവാദിത്തം ജീവനക്കാർക്കെന്നും മന്ത്രി. പത്തനാപുരം, മേലില, അറക്കൽ ക്ഷേത്രം വഴി തിരുവനന്തപുരത്തേക്കാണ് ബസ് സർവീസ്. ഒരു നാടിന്റെ ചിരകാല ആവശ്യങ്ങളിലൊന്നാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത്. പത്തനാപുരത്ത് നിന്ന് രാവിലെ 6:20 ആരംഭിക്കുന്ന ബസ് മേലില അറക്കൽ ക്ഷേത്രം വഴി 9:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി ഒടുവിൽ ബസിന്റെ ഡ്രൈവറുമായി. ഡ്രൈവറാകാനുള്ള കാരണം മന്ത്രി വ്യക്തമാക്കി. ഞാൻ 2 ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് മേലിലക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ചേട്ടനെ കണ്ടിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വണ്ടി ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു. നന്നായി, വണ്ടി ഓടിച്ച് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓടിച്ച് തന്നെ വണ്ടി ഉദ്ഘാടനം ചെയ്യും. KSRTCയെ ജനം ഹൃദയത്തിലെത്തിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വണ്ടികൾ ഓടിത്തുടങ്ങും. അതുകൂടി KSRTCയുടെ കളക്ഷൻ ഇനിയും വർദ്ധിക്കും. ഒരു ദിവസം 60 ലക്ഷം കൂടി വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നത്. അതിൽ 20-24 ലക്ഷം രൂപ ലാഭമായിരിക്കും എന്ന് കണക്കുകൂട്ടിയിട്ടാണ്. KSRTCയുടെ വരാൻ പോകുന്ന വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തി. പുതിയൊരു ബസ് വരാൻ പോകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായി KSRTCയുടെ ബിസിനസ് ക്ലാസ് വണ്ടി തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഓടാൻ വേണ്ടി വണ്ടി റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്കകത്തുള്ള സീറ്റ്, അതായത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിമാന സർവീസായ എമിറേറ്റ്സ് അവരെ ബിസിനസ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പോലത്തെ സീറ്റ് ഒരു 25 എണ്ണം ഇട്ടുകൊണ്ടൊരു ചെറിയ വണ്ടി ഞങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടിക്ക് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞു. അത് 2 മാസത്തിനുള്ളിൽ അത് റോഡിൽ ഇറക്കുന്നു. പുതിയ ബസിന്റെ വരവിൽ നാട്ടുകാർക്കും ഏറെ സന്തോഷം. മേലിലക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു മേലിയായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബസ്സിലുള്ള യാത്ര. അത് ഈ സമയം അത് സാധിച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ട്. ഗണേഷ് കുമാർ തന്നെ ഓടിക്കുന്ന വണ്ടിക്ക് യാത്ര ചെയ്യാൻ ഭാഗ്യമുള്ളത് സന്തോഷം. ഗണേഷ് കുമാർ സാറ് ഗതാഗത മന്ത്രിയായ അന്ന് മുതൽ അവർക്ക് ഈ ബസിന്റെ കാര്യം മാത്രമേ പറയാനുള്ളായിരുന്നു. എന്നാൽ അത് സാക്ഷാത്കരിച്ചു കൊടുത്തത് വളരെയേറെ സന്തോഷമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ബസ് സർവീസ് 8 മണിയോടെ പത്തനാപുരത്തെത്തും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.